Hi dears, welcome to Study Chips. Class 7 Maths, Chapter 12 ബീജഗണിതം. പേജ് നമ്പർ 172ലെയും 171ലെയും എക്സസൈസ് പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഈ പേജിലെ പ്രോബ്ലം പെട്ടെന്ന് വേണമെന്നുള്ള കമൻറ്റ് പ്രകാരമാണ് മലയാളം മീഡിയം മാത്രമായി ചെയ്യുന്നത്. മുന്നേ ഇംഗ്ലീഷ് പ്ലസ് മലയാളം ചെയ്തതാണ്. ആദ്യത്തെ ചോദ്യം, 3ഉം 4ഉം നിലകളുള്ള സംഖ്യാഗോപുരങ്ങൾ പോലെ 5 നിലയുള്ള ഒരു സംഖ്യാഗോപുരത്തിൻ്റെ ആദ്യത്തെ നിലയാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ മുന്നേ എന്താണ് 3ഉം 4ഉം നിരകളുള്ള സംഖ്യാഗോപുരങ്ങളില്ലേ, അതുപോലെയുള്ള ഒരു 5 നിര ഗോപുരമാണ്, 5 സ്റ്റോറി ടവറാണ് ഇവിടെ തന്നത്. അതിൻ്റെ ആദ്യത്തെ നിലയിൽ ഉള്ള സംഖ്യകൾ കാണിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സംഖ്യകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിലുള്ള ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തുടർന്നുള്ള സംഖ്യകൾ എഴുതുന്നതിന് മുമ്പ് ഏറ്റവും മുകളിലെ സംഖ്യ നടുവിലുള്ള 10ൻ്റെ എത്ര മടങ്ങായിരിക്കും എന്ന് ഊഹിച്ചു നോക്കൂ. അപ്പോൾ ഇത് എഴുതുന്നതിന് മുമ്പേ അല്ലേ, ഇത് എഴുതാൻ എന്താണ്, ഇത് രണ്ടും കൂട്ടിയിട്ട് ഇവിടെ എഴുതുക അല്ലേ, ഇത് രണ്ടും കൂട്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ എഴുതുക അല്ലേ, നടുവിൽ ഓരോന്ന് കൂട്ടിയിട്ട് അല്ലേ, ഈ രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ടാണ് നടുവിലുള്ള ഈ ബോക്സ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അത് എഴുതുന്നതിന് മുന്നേ എന്താണ് ചോദിച്ചത്, ഏറ്റവും മുകളിലെ സംഖ്യ, ഈ ഏറ്റവും മുകളിലെ സംഖ്യ നടുവിലുള്ള 10ൻ്റെ എത്ര മടങ്ങായിരിക്കും, ഈ സെൻറ്ററിലുള്ള 10ൻ്റെ എത്ര മടങ്ങായിരിക്കും, എത്ര ഇരട്ടിയാണ് ഇവിടെയുള്ളത് മുകളിലുള്ള സംഖ്യ എന്ന് നമ്മൾ ഊഹിച്ചിട്ട് പറയണം. അത് ശരിയാണോ എന്ന് മറ്റ് സംഖ്യകൾ എല്ലാം എഴുതി പരിശോധിക്കൂ. അപ്പോൾ നമുക്ക് ഊഹിച്ച് നമ്മുടെ ഊഹം ഗസ് ശരിയാണോ എന്ന് നമ്മൾ ഇത് ഓരോന്നും കൂട്ടി നോക്കി എഴുതിയിട്ട് പരിശോധിക്കണം, ചെക്ക് ചെയ്യണം. നമ്മളൊരു 3 നിര ഗോപുരത്തിൻ്റെ എത്ര മടങ്ങായിരിക്കും അല്ലേ, 3 സ്റ്റോറി പിരമിഡ് നമ്മൾ പഠിച്ചു, അത് എത്ര ടൈംസ് ആയിരിക്കും, എത്ര ഇരട്ടിയായിരിക്കും മുകളിലുള്ള സംഖ്യ അല്ലേ, അതിൻ്റെ എത്ര ഇരട്ടിയായിരിക്കും, 5 നിരയാവുമ്പോൾ എത്ര ഇരട്ടിയായിരിക്കും അല്ലേ, നമ്മളൊന്ന് ഊഹിച്ച് നോക്കുക. ഇതൊക്കെ 3 നില ഗോപുരങ്ങളാണല്ലേ, 3 നിലകളാണ് താഴെയുള്ളതില്ലേ, 3 സ്റ്റോറി പിരമിഡ്സ് ആണ്. ഇതിലൊക്കെ നടുവിലുള്ള സംഖ്യയുടെ 4 ഇരട്ടിയാണ് മുകളിലുള്ള നമ്പറിൽ, 6, 4, 24 അല്ലേ, 20ൻ്റെ 4 ഇരട്ടി 80 അല്ലേ, ഇവിടേക്ക് താഴെയുള്ള ഈ നടുവിലുള്ള ഈ സംഖ്യയുടെ 4 ഇരട്ടിയിലെ 4 ടൈംസ് ആണ് മുകളിലുള്ള നമ്പർ അല്ലേ, അതല്ലേ നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. നമ്മൾ പഠിച്ചത് അനുസരിച്ചിട്ട് നമുക്ക് 3 നിര ഗോപുരല്ലേ 3 സ്റ്റോറി ടവറിൻ്റെത് എന്താണ്, നടുവിലുള്ള സംഖ്യയുടെ 4 ഇരട്ടിയിലെ 4 ടൈംസ് ആയിരിക്കും മുകളിലുള്ള നമ്പർ. അപ്പം 10ൻ്റെ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ 4 × 10 എന്ന് വരില്ലേ, 4 × 10 എന്താണ് 40. നെക്സ്റ്റ് ഇവിടെ നമുക്ക് വീണ്ടും ഒരു 3 സ്റ്റോറി പിരമിഡ് ഉണ്ടല്ലേ, 3 നില ഗോപുരം അല്ലേ. അപ്പോൾ ഇവിടെയുള്ള സെൻറ്ററിലുള്ളത് നമ്മൾ 40 എന്ന് കണ്ടുപിടിച്ചു അല്ലേ, 10 × 4 അല്ലേ. അപ്പോൾ ഇവിടെ വീണ്ടും ഈ നടുവിലുള്ള സംഖ്യയുടെ 4 ഇരട്ടി ആയിരിക്കില്ലേ ഇവിടെയുള്ള ടോപ്പ് മോസ്റ്റ് മുകളിലുള്ള നമ്പർ, അതായത് ഇവിടെ 4 × 10 അല്ലേ, 10ൻ്റെ 4 ഇരട്ടി അല്ലേ, വീണ്ടും 4 ഇരട്ടി ആയിരിക്കും, അതായത് 10 × 4നോട് ഒരു 4 കൂടിയും ഇൻറ്റു ചെയ്യുന്നത് അല്ലേ, അതായത് 4 × 4 × 10 അല്ലേ, ഇവിടെ ഇന്ന് 4 × 10 അല്ലേ, ഒരു 4ഉം കൂടി ഒരു 4 ടൈംസ് കൂടിയാണ് ഏറ്റവും മുകളിലുള്ള ഉണ്ടാവുക അല്ലേ. അപ്പോൾ 4 × 4 × 10 ആയിരിക്കും. 4 × 4 എത്രയാണ് 16 അല്ലേ, 16, 16 × 10 അല്ലേ, അപ്പോൾ 10ൻ്റെ 16 മടങ്ങായിരിക്കും അല്ലേ, 16 അടിയിലുള്ള നടുവിലുള്ള സംഖ്യയുടെ 16 ടൈംസ് എടുക്കുന്നതായിരിക്കും മുകളിലുള്ള നമ്പർ അല്ലേ. ഒരു 3 സ്റ്റോറി പിരമിഡിലെ 3 നില ഗോപുരമാണെങ്കിൽ നടുവിലുള്ള സംഖ്യയുടെ 4 ഇരട്ടിയായിരിക്കും ഇവിടെയുള്ള മുകളിലുള്ളത്. പക്ഷേ ഇവിടെ 5 സ്റ്റോറി പിരമിഡാണ്, അപ്പോൾ ഒരു നിര കൂടി ഉണ്ട് അല്ലേ, അപ്പോൾ ഒരു തട്ടുകൂടിയും കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീണ്ടും 4 ടൈംസ് എടുക്കണം അല്ലേ. ഇവിടെ ഒരു 3 സ്റ്റോറി വേറെ എക്സ്ട്രാ അല്ലേ, 2 3 സ്റ്റോറി പിരമിഡ് ഉണ്ട് ഇതിൽ, അപ്പോൾ ഇതിൻ്റെയും ഇരട്ടിയായിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ 4 ടൈംസ് എഗെയിൻ ഒരു 4 ടൈംസ് ഉണ്ട്. അപ്പോൾ 4ഉം 4ഉം 16 അല്ലേ, 4 × 4 16. അപ്പോൾ ഈ നടുവിലുള്ള സംഖ്യയുടെ 16 ടൈംസ് ആയിരിക്കും ഏറ്റവും മുകളിലുള്ളത്. ഗസ് കറക്റ്റ് ആണോ എന്ന് നമ്പേഴ്സ് ഫില്ല് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ 10, ഇവിടെ 40 ആണോ കിട്ടുന്നത്, നെക്സ്റ്റ് ഇവിടെ 16 × 10 എത്രയാണ് അല്ലേ, 160 ആണോ കിട്ടുന്നത്. ഇതിൻ്റെ 4 ടൈംസും ഇതിൻ്റെ 16 ടൈംസും ആണോ മുകളിലുള്ള നമ്പേഴ്സ് കിട്ടുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 5 സ്റ്റോറി ടവറിൽ ഏത് ടവർ ആണെങ്കിൽ നമ്മൾ നമ്പേഴ്സ് ഫില്ല് ചെയ്യൽ എങ്ങനെ, ആദ്യത്തെ 2 നമ്പേഴ്സ് കൂട്ടി കിട്ടുന്നതായിരിക്കും ഈ സെൻറ്ററിലുള്ളത് അല്ലേ, ഈ 2 ഇതിൻ്റെ നടുവിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇത് 2ൻ്റെ നടുവിലാണ് ഈ കള്ളി വരുന്നത്, അതായത് ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം അല്ലേ, ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ബോക്സിൽ എഴുതണം. അപ്പോൾ 6 + 8 എത്രയാണ് 14 ഇവിടെ എഴുതുക, 8 + 10 18, 10 + 12 22, 12 + 14 26 ഈ കോളത്തിൽ. നെക്സ്റ്റ് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ സെൻറ്ററിൽ അല്ലേ, ഈ 2 ബോക്സിൻ്റെ നടുവിലായിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള 14 + 18 എത്ര വരും 32, ആഡ് ചെയ്യുക, കൂട്ടി നോക്കിയിട്ട് എഴുതുക. നെക്സ്റ്റ് 18 + 22 എന്ത് വരും 40 എന്ന് വരും. നെക്സ്റ്റ് 20 + 26 48, 32 + 40 72, 40 + 48 88, 88ഉം 72 ആഡ് ചെയ്തിട്ട് മുകളിൽ എഴുതുക അല്ലേ, 72 + 88 എത്രയാണ് 160 അല്ലേ. അപ്പോൾ 160 എന്നുള്ളത് എന്താണ് 16 × 10 ആണല്ലേ, 10 × 16. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഈസി മെത്തേഡ് എന്താണ് അല്ലേ, നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ, 1 × 16 16 എത്ര 0 ഉണ്ടോ, ഹൗ മെനി സീറോസ് അല്ലേ, 1 0 ഉള്ള ഒരു 0 ഉള്ളപ്പോൾ ഒരു 0 ഇടുക. അപ്പോൾ 10 × 16, അപ്പം നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ എന്താണ് ഇതിൻ്റെ 16 ടൈംസ് അല്ലേ, 16 കൊണ്ട് നടുവിലുള്ള നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി 160 അല്ലേ. അപ്പോൾ മുകളിലുള്ള നമ്പർ നമുക്ക് നേരത്തെ കിട്ടിയ 160 കിട്ടി, ഇവിടെയുള്ള സെൻറ്ററിൽ 40 കിട്ടി, നമ്മളെ ഗസ് ശരിയാണ്. നെക്സ്റ്റ് ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ഒരേ അകലം ഇടവിട്ടിട്ടുള്ള ഏത് 5 സംഖ്യകളിൽ നിന്ന് തുടങ്ങിയാലും
5 നില ഗോപുരങ്ങളിൽ എല്ലാം അവസാന സംഖ്യ ആദ്യ വരിയിലെ സംഖ്യകളിൽ നടുവിലെ സംഖ്യയുടെ ഒരേ മടങ്ങായിരിക്കും എന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. ബീജഗണിത ആൾജിബ്ര യൂസ് ചെയ്തിട്ട് എക്സിൻ്റെ ടേംസിലേക്ക് ഈ നമ്പേഴ്സ് മാറ്റിയിട്ട് ഇതേപോലെ അല്ലേ 10ൻ്റെ നടുവിലുള്ള സംഖ്യയുടെ എത്ര ടൈംസ് ആയിരിക്കും 60 ടൈംസ് ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആയിരിക്കും മുകളിലുള്ള നമ്പർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം, തെളിയിക്കാണ് വേണ്ടത്. ഇനി ഇതിനെ ബീജഗണിത രൂപത്തിലാണ് എഴുതേണ്ടത്. ഇതിലുള്ള നമ്പേഴ്സിനൊക്കെ എക്സിൻ്റെ വൈൻ്റെ ടേംസിലാക്കിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്, ബീജഗണിതമാക്കിയിട്ടാണ് തെളിയിക്കേണ്ടത്. ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ നെക്സ്റ്റ് നമ്പറാണ് x+1 x+2 അല്ലേ, നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ. 1 2 3 4 ആണെങ്കിൽ 1x ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ x+1 ആണ്, നെക്സ്റ്റ് നമ്പർ x+2 ആണ്, നെക്സ്റ്റ് x+3 അങ്ങനെയാണ് നമ്മൾ ആൾജിബ്രിക് ഫോമിൽ എഴുതൽ അല്ലേ. ഇവിടെ ഒരേ നാച്ചുറൽ നമ്പേഴ്സ് ആണോ? അല്ല അല്ലേ, രണ്ട് ഈച്ച അല്ല, ഒരേ അകലം ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം എന്നുള്ളൂ അല്ലേ. 2 ഈച്ച ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ 3 ഈച്ച അല്ലെ 4 ആയിരിക്കും ഇവിടുത്തെ ഡിഫറൻസ് അല്ലേ. ഒരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ള ഒരു 5 ഒരു ഗോപുരമാണല്ലേ. ബട്ട് ഇവിടെ എന്താണ്, ഇവിടുത്തെ ഡിഫറൻസേ സെയിം ഉള്ളൂ അല്ലേ. ഇവിടെ 2 ഈച്ച ആഡ് ചെയ്തിട്ടാണ് ഈ ഗോപുരം ഉള്ളത് അല്ലേ. ചിലതിനെന്തായിരിക്കും അല്ലേ, ഇവിടെയുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം എന്നുള്ളൂ കണ്ടീഷൻ അല്ലേ. അങ്ങനെയുള്ളൊരു ഗോപുരത്തിൻ്റെ ആൾജിബ്രിക് ഫോം നമുക്കിങ്ങനെ എഴുതാം അല്ലേ. അതായത് ഫസ്റ്റത്തെ നമ്പർ നമ്മൾ എക്സ് ആക്കി എടുത്താൽ 8ന് പകരം എന്തായിരിക്കും നെക്സ്റ്റ് x+y അല്ലേ, ഒരു y ഡിസ്റ്റൻസുള്ള അടുത്ത നമ്പർ അല്ലേ. നെക്സ്റ്റ് അതേ സെയിം ഡിസ്റ്റൻസിലുള്ള അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ x+2y അല്ലേ. അപ്പോൾ നമ്മുടെ ആൾജിബ്രിക് ഫോമിൽ ബീജഗണിത രൂപത്തിൽ നമ്മളെ നമ്പർ ഏതാണ്, എക്സ് ആണല്ലേ. ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ ഒരു y ഡിസ്റ്റൻസിലുള്ള ഒരു ഈക്വൽ ഡിസ്റ്റൻസ്, ഇവിടെ തുല്യ അകലങ്ങളാണുള്ളത് അല്ലേ. തുല്യ അകലത്തിലുള്ള വേറൊരു y ഡിസ്റ്റൻസിലുള്ള നെക്സ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എക്സിനോട് ഒരു y ആഡ് ചെയ്തതില്ലേ, x+y. വീണ്ടും ഒരു y ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ x+y-നോട് ഒരു y ഡിസ്റ്റൻസ് കൂടി, അതായത് x+y + y x+2y. നെക്സ്റ്റ് x+2y-നോട് ഒരു y ഡിസ്റ്റൻസ് കൂടിയില്ല നെക്സ്റ്റ് നമ്പർ പറഞ്ഞാൽ x+2y + y ഒരു y കൂടി ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ x+3y. നെക്സ്റ്റ് ഒരു y കൂടി ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ x+3y + y, അതായത് 3y-നോട് ഒരു y കൂടി ആഡ് ചെയ്താൽ 4y. അപ്പോൾ നമുക്ക് എന്താണ് ആൾജിബ്രിക് ഫോമിലുള്ള നമ്മുടെ 5 നില ഗോപുരം 5 സ്റ്റോറി ടവറിൻ്റെതാണെങ്കിൽ ഇങ്ങനെ 5 സംഖ്യകളല്ലേ. ആറാമത് ഉണ്ടെങ്കിൽ എന്താണ് x+5y വരും, 6y വരും, 7y അങ്ങനെ ഒരു y ഡിസ്റ്റൻസിലില്ലേ. നമ്മുടെ ചോദ്യത്തിൽ എന്താണ്, ഒരേ അകലം ഇടവിട്ടിട്ടുള്ള ഏത് 5 സംഖ്യകളിൽ നിന്ന് തുടങ്ങിയാലും 5 നില ഗോപുരങ്ങളിലാണ്. 5 നില ഗോപുരങ്ങളിൽ 5 സംഖ്യകൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. നമ്മുടെ ബീജഗണിത രൂപത്തിലുള്ള 5 സംഖ്യകളുടെ ഒരേ അകലം, അതായത് ഒരു y ഡിസ്റ്റൻസ്, y അകലത്തിലുള്ള ഒരേ അകലം അല്ലേ. എല്ലാവർക്കും ഒരേ അകലമാണല്ലേ, ഒരു y അകലത്തിലുള്ള x, രണ്ടാമത് y അകലം x+y, ദെൻ x+2y. നെക്സ്റ്റ് ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തതായിരിക്കും ഇവിടെ കിട്ടുന്നത്, ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തതായിരിക്കും നടുവിൽ ഇവിടെ അല്ലേ. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഓരോന്നും ആഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇവിടെയുള്ള 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ അതിനെന്താണ് x + x+y ആഡ് ചെയ്യണം. നമ്മൾ സാധാ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ ആഡ് ചെയ്യാം അല്ലേ. x + x+y അല്ലേ. എത്ര എക്സും എക്സും എത്രയാണ് അല്ലേ, 1 1 2 അല്ലേ, 2x അല്ലേ. x + x 2x + y അല്ലേ, ഒരു y അല്ലേ ഉള്ളൂ അല്ലേ. വൈൻ്റെ ടേം ഒരുമിച്ച് എഴുതുക, എക്സിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുക അല്ലേ. x + x എന്താണ് 2x അല്ലേ. ഇവിടെ 1 1 ആണെങ്കിൽ 1 1 2 അല്ലേ, അതിൻ്റെ കൂടെ ഒരു x ഉണ്ട്, അപ്പോൾ 2x. അപ്പോൾ 2x + y എന്ന് ഇവിടെ കിട്ടി. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം അല്ലേ, x + y ആണെങ്കിൽ ഇവിടെ 2x ഉണ്ട് അല്ലേ, 2x + y അങ്ങനെ എഴുതുന്നവർക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് നമ്മുടെ നമ്പേഴ്സ് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ x+y + x+2y x+y + x+2y ആഡ് ചെയ്താൽ എക്സും എക്സും ആഡ് ചെയ്താൽ x + x 2x പ്ലസ് ഒരു വൈയും 2y അല്ലേ. ഒരു y 1 + 2 3 അല്ലേ, ഒരു വൈയും 2y 3y അല്ലേ, 3y. അപ്പോൾ 2x + 3y എന്ന് നമുക്ക് ഇവിടെ കിട്ടി. നെക്സ്റ്റ് ഇവിടെയുള്ള x+2y x+3y ആഡ് ചെയ്താൽ എത്ര വരും അല്ലേ, എക്സും എക്സും 2x അല്ലേ, 2x പ്ലസ് എത്ര y ഉണ്ട് 2y 3y 3 2 5 അല്ലേ, 5y 5y. അപ്പോൾ 2x + 5y ഇവിടെ കിട്ടി. ഇനി ഇവിടെയുള്ള 2 ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക അല്ലേ. അത് 2 ആഡ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. x+3y x+4y ആഡ് ചെയ്യുക അല്ലേ. എക്സും എക്സും 2x പ്ലസ് 3 + 4 എത്രയാണ് 4 5 6 7 7y അല്ലേ, 3y + 4y 7y. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം 2x + 7y എന്ന് എഴുതാം. ഇവിടെ എന്താണ് 2x + y പ്ലസ് 2x + 3y അല്ലേ, 2x + 3y അല്ലേ. 2xും 2x എത്രയാണ് 4x പ്ലസ് 3yയും ഒരു yയും അല്ലേ, അതായത് 4y അല്ലേ, 4y. അപ്പോൾ 4x + 4y എന്ന് എഴുതുക. നെക്സ്റ്റ് 2x + 3y പ്ലസ് 2x + 5y അല്ലേ. ഇവിടെ രണ്ടുള്ളത് ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക അല്ലേ. 2xും 4x 5ഉം 5 3 8 അല്ലേ, 8y അല്ലേ, 8y. അപ്പോൾ അടുത്തത് 4x + 8y എന്ന് ഇവിടെ എഴുതുക. നെക്സ്റ്റ് ഇവിടെ എന്താണ് 2x + 5yയും 2x + 7y അല്ലേ. എക്സുകൾ തമ്മിൽ കൂട്ടുക അല്ലേ. എക്സ് ഇവിടെ 2xും 4x 5ഉം 7 എത്രയാണ് 12 അല്ലേ. 4x + 12y എന്ന് വരും. നെക്സ്റ്റ് ഇവിടെയുള്ള 2 ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം അല്ലേ. ഇവിടെ എന്താണ് 4x + 4yയും 4x + 8yയും. 4xും 4x എത്രയാണ് 8x. ഈ വൈൻ്റെ ടേംസ് തമ്മിൽ ആഡ് ചെയ്യാം അല്ലേ. 4yയും 8y എന്താണ് 12y അല്ലേ. അതേപോലെ നെക്സ്റ്റ് ഇവിടെ 4x + 8yയും 4x + 12yയും അല്ലേ. അപ്പോൾ 4xും 8x അല്ലേ, എക്സിൻ്റെ ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ വൈയിലുള്ള ടേംസ് ഏതൊക്കെയാണ് 8yയും 12yയും അല്ലേ. 8ഉം 12 എത്രയാണ് 20y അല്ലേ, 20y എന്ന് എഴുതുക.
ഇവിടെയുള്ള രണ്ടും ആഡ് ചെയ്യുക അല്ലേ. 8x പ്ലസ് 12y-യും 8x പ്ലസ് 20y. എക്സിൻ്റെ ടേംസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് എക്സിന് എഴുതുക. എത്ര വൈ ഉണ്ട് അത് ആഡ് ചെയ്തിട്ട് വൈ എന്ന് എഴുതുക. എത്ര എക്സ് ഉണ്ട്? 8x-ഉം 8x-ഉം 8 8 എത്രയാണ്? 16 എക്സിൽ 16x. 20ഉം 12 എത്രയാണ്? 32 അല്ലേ. 3 1 2 3 2 0 32 അല്ലേ. 32y അല്ലേ. അപ്പോൾ 32y 16x 32y എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇവിടെയുള്ള എക്സിൻ്റെ ടേംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് എക്സ് അല്ലേ എത്ര എക്സ് ആണ് എഴുതുക, പ്ലസ് എത്ര വൈ ഉണ്ട് ആഡ് ചെയ്തിട്ട് ആ വൈ എത്ര വൈ ഉണ്ട് എഴുതുക. സിമ്പിളാണ് ആഡ് ചെയ്യാൻ. അറിയാത്തവർ ഇങ്ങനെ എഴുതി താഴോട്ട് കൂട്ടി നോക്കുക. നമ്പേഴ്സ് കൂട്ടുന്നത് പോലെ ആഡ് ചെയ്ത് നോക്കുക. നമ്മുടെ ടോപ്പ് മോസ്റ്റ് നമ്പർ എത്രയാണ് നമുക്ക് കിട്ടിയത്? 16x പ്ലസ് 32y എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ രണ്ടിൽ 16 കോമൺ അല്ലേ. 32 എന്ന് പറയുന്നത് 16 × 2 അല്ലേ. 16 രണ്ട് തവണ എടുക്കുന്നതാണ് 32. അപ്പോൾ ഇതിന്ന് രണ്ട് കോമൺ ആയിട്ടുള്ളത് നമ്മൾ പുറത്തെടുക്കുക, ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുക, വെളിയിലേക്ക് എടുക്കുക അല്ലേ. അതായത് 16ന് പുറത്തെടുത്താൽ എന്ത് ചെയ്താൽ നമുക്ക് 16 പോയാൽ ബാക്കി അവിടെ ഒരു എക്സ് ഉണ്ട്, പ്ലസ് ഇവിടെ ഇല്ല. രണ്ട് സ്ഥലത്തും നമ്മൾ 16 പുറത്തേക്ക് എടുക്കുക അല്ലേ, ബ്രാക്കറ്റിൻ്റെ പുറത്തെടുക്കുക അല്ലേ. കോമൺ ആയിട്ടുള്ളതാണ് ഇവിടെ ഉണ്ട് 16 അല്ലേ. 16 × 2 ആണ് 32 അല്ലേ. 16ഉം 16ഉം ആണ് 32. അതായത് 16 × 2 ആണ് 32. അപ്പോൾ ഇവിടുന്ന് ഒരു 16 പുറത്തേക്ക് എടുത്താൽ ഇവിടെ എക്സ് ആണ് ബാക്കിയുള്ളത്, പ്ലസ് ഇവിടുന്ന് ഒരു 16 പോയാൽ എന്താണ്? 16 × 2y ആണ് 32 അല്ലേ. അപ്പോൾ 16 പുറത്തെടുത്താൽ ഇവിടെ ഒരു 2y ഉണ്ടാകും ബാക്കിയല്ലേ, 2y. ഈ 16 പുറത്തെടുത്തു, എന്നിട്ട് ബാക്കിയുള്ളത് എക്സ് പ്ലസ് 2y അല്ലേ. 2y അല്ലേ ഇവിടെ ഉള്ളത് അല്ലേ. ഒരു 16 ഇവിടുന്ന് പുറത്തെടുത്താൽ ഇവിടെ 16 × 2 ആണ് ഇവിടെ ഉള്ളത്. 16 × 2 അല്ലേ 32. അപ്പോൾ ഇവിടുന്ന് ഒരു 16 പോയാൽ ഇവിടെ 2y അല്ലേ. എക്സ് പ്ലസ് 2y എന്നുള്ളത് നമ്മുടെ മിഡിൽ നമ്പർ അല്ലേ. അതായത് 16 × എക്സ് പ്ലസ് 2y എന്ന് പറഞ്ഞാൽ 16 × മിഡിൽ നമ്പർ ഓഫ് ബോട്ടം റോ അല്ലേ. അടിയിലുള്ള ബോട്ടം റോയിലുള്ള മിഡിൽ നമ്പർ അല്ലേ. മിഡിൽ നമ്പറിൻ്റെ 16 അല്ലേ 16 മടങ്ങായിരിക്കും എന്ത് നമ്മുടെ മുകളിലുള്ള ടോപ്പ് മോസ്റ്റ് ഉള്ള നമ്പർ അല്ലേ. നമ്മൾ തെളിയിച്ചില്ലേ, ഇത് പ്രൂവ് ചെയ്യാൻ നമ്മുടെ ആൾജിബ്രിക് ഫോമിൽ ബീജഗണിതത്തിൽ തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ 16 × എക്സ് പ്ലസ് 2y-നെ നമുക്ക് എന്ത് എഴുതാം? മിഡിൽ നമ്പർ എന്ന് എഴുതാം അല്ലേ. 16 മിഡിൽ നമ്പർ. അപ്പോൾ 16 × മിഡിൽ നമ്പർ ഓഫ് ബോട്ടം റോ അല്ലേ. അതല്ലേ എന്ത് നമ്മുടെ ടോപ്പ് മോസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പ് മോസ്റ്റ് നമ്പർ ഈക്വൽ ടു 16 × മിഡിൽ നമ്പർ ഓഫ് ദി ബോട്ടം റോ. നമ്മൾ തെളിയിച്ചില്ലേ, ഇതിൻ്റെ 16 മടങ്ങായിരിക്കും ബോട്ടം ഏറ്റവും മുകളിലുള്ളത്. ഇവിടെ ഉള്ളത് എന്തായിരിക്കും? അതിൻ്റെ 4 മടങ്ങ്, വീണ്ടും ഒരു 4 മടങ്ങായിരിക്കും. അത് 4 × 4 16 മടങ്ങായിരിക്കും ഏറ്റവും മുകളിലുള്ളത്. നമ്മൾ ആൾജിബ്രിക് ഫോമിൽ ബീജഗണിത രൂപത്തിലും തെളിയിച്ചു. ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും നമ്മൾ ചെയ്തു. ഇനി ഇതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സബ് ക്വസ്റ്റ്യൻ. എല്ലാ സംഖ്യകളും എഴുതാതെ തന്നെ ഇത് നിശ്ചയിക്കാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടോ? അപ്പോൾ ഈ സംഖ്യകളെല്ലാം എഴുതാതെ അല്ലേ, ഓരോന്നും കൂട്ടി കൂട്ടി എഴുതാതെ ഇത് നിശ്ചയിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതായത് ഈ മുകളിലുള്ള സംഖ്യ കണ്ടെത്താനുള്ള വഴി. അതാണ് നമ്മൾ രണ്ടാമത്തേൽ കണ്ടുപിടിച്ചതല്ലേ. ഫസ്റ്റത്തെയും രണ്ടാമത്തേൽ ബീജഗണിതം ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അതെന്താണ് അല്ലേ, ഇത് ഈ നടുവിലുള്ള സംഖ്യയുടെ 16 മടങ്ങായിരിക്കും മുകളിൽ ഏറ്റവും മുകളിൽ ടോപ്പ് മോസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 16 × ഈ താഴെയുള്ള വരിയിലെ നടുവിലെ സംഖ്യ അല്ലേ, അത് ചെയ്താൽ നമുക്ക് മുകളിലുള്ള സംഖ്യ കിട്ടും അല്ലേ. ഇത് എളുപ്പ വഴി അല്ലേ. ഇങ്ങനെ എല്ലാ സംഖ്യയും കൂട്ടി കൂട്ടി ലാസ്റ്റ് ഇവിടെ എത്തേണ്ട ആവശ്യമില്ല. ഏറ്റവും മുകളിലുള്ളത് ഇതിൻ്റെ 16 മടങ്ങായിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഏത് സംഖ്യ ഉപയോഗിച്ചിട്ട് നമ്മുടെ നമ്പർ ടവേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈക്വൽ ആയിട്ടുള്ള ഈക്വലി അപ്പാർട്ട് ആവണമെന്നില്ല അല്ലേ. 10 1 9 അല്ലേ. ഏത് സംഖ്യ വേണമെങ്കിലും താഴെ യൂസ് ചെയ്തിട്ട് പിന്നെ എന്താണ് അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക, അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. ഏത് നമ്പർ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇവിടെ ഇതുപോലെ സംഖ്യാഗോപുരം ഉണ്ടാക്കാൻ ഏത് സംഖ്യയിൽ നിന്നും തുടങ്ങാം. ഒരേ അകലം ഇടവിട്ട് ആകണമെന്നില്ല അല്ലേ. ഒരേ അകലം ഡിസ്റ്റൻസ് ആവണമെന്നില്ല. ഏത് സംഖ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഉദാഹരണമായിട്ട് ഈ ടവർ നോക്കൂ. ഫിൽ ഇൻ ദി എംപ്റ്റി സെൽസ് ഓഫ് ദി ടവർ ബിലോ. അതുപോലെ നമുക്ക് എന്താണ് ഈ ടവറിൽ ഈ ഗോപുരം ഒന്ന് ഫിൽ ചെയ്ത് നോക്കാം. ഇതിലുള്ള എംപ്റ്റി സെൽസ് ഇവിടെ 10ഉം 2ഉമാണ് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഏത് സംഖ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. ഇവിടെ 10 1 ആയിരുന്നു. അപ്പോൾ ഇവിടെ അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ എഴുതിയത്. അതുപോലെ തന്നെ നമ്മളെ ഗോപുരം അല്ലേ, നമ്മുടെ ടവറിൻ്റെ പ്രത്യേകത എന്താ? ഇത് രണ്ടും കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യയാണ് ഇവിടെ ഉണ്ട്. 10 2 12 കിട്ടും. പിന്നെ ഇവിടെയുള്ള രണ്ട് സെൽ എന്താണ്? എംപ്റ്റി ആണല്ലേ, ഇവിടെ ഒന്നുമില്ല. ഇത് രണ്ടും കൂട്ടി കിട്ടുന്നതായിരിക്കണം ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി കിട്ടുന്നതാണ് ഇവിടെയുള്ള നമ്പർ. അപ്പോൾ ഇവിടെയുള്ള നമ്പർ നമുക്കറിയില്ല. അപ്പോൾ ഈ സംഖ്യയും ഏത് സംഖ്യയും കൂട്ടിയാൽ നമുക്ക് 10 കിട്ടും. 2നോട് 8 കൂട്ടിയാലല്ലേ നമുക്ക് 10 കിട്ടുക. അപ്പോൾ 8 ആയിരിക്കും ഇവിടെയുള്ള നമ്പർ. അല്ലെങ്കിൽ ഇവിടെയുള്ള സെല്ല് നമുക്കറിയില്ല അല്ലേ, ഇവിടെ അറിയില്ല. അതായത് 2+ ഈ സംഖ്യ ആയിരിക്കണം 10 എന്ന് പറയുന്നത് അല്ലേ. ഇത് രണ്ടും കൂട്ടിയിട്ടാണ് ഇവിടെ എഴുതിയത്. അതേപോലെ ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള സംഖ്യയാണ് നമ്മൾ ഇവിടെ മുകളിൽ എഴുതേണ്ടത്. ആ മുകളിലുള്ള ആൻസറാണ് ഇവിടെ 10 തന്നത്. ഈ സംഖ്യ നമുക്ക് കിട്ടണം. അതായത് 2+ ഡാഷിൽ അവിടെ ഉള്ളത് എംപ്റ്റി സെല്ല് ഈക്വൽ ടു 10 എന്നാണ് അല്ലേ. 2+ ഇവിടെയുള്ള ഈ സംഖ്യ 2+ ഡാഷ് ഈക്വൽ ടു 10. ഇത് രണ്ടും കൂട്ടുമ്പോഴാണ് 10 കിട്ടേണ്ടത്. അതായത് ഡാഷ് എന്നുള്ളത് ഇവിടെ വെക്കുക. 2നെ ഈക്വൽ പാർട്ടിൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ +2 എന്താകും? -2 ആവും ഇല്ലേ. അതായത് നമുക്ക് ഈ ഡാഷാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഡാഷ് മാത്രം വെക്കുക. ബാക്കിയുള്ളതൊക്കെ ഈക്വൽ പാർട്ടിൻ്റെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകല്ലേ. അപ്പോൾ +2 അങ്ങോട്ട് പോകുമ്പോൾ -2 എന്നാകും. 10 - 2 10 - 2 എന്താണ്? 8 അല്ലേ. അപ്പോൾ ഈ ഡാഷ് പാർട്ട് എന്താണ്? 8 ആണ് നമുക്ക് കിട്ടിയല്ലേ. 2ഉം 8ഉം ആണ് 10 അല്ലേ. നമുക്ക് വേറെ എക്സിൻ്റെ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ആവശ്യം വരും. അപ്പോൾ ഇതുപോലെയാണ് കണ്ടുപിടിക്കലല്ലേ. ഇവിടെ നമുക്ക് ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്കറിയാം എന്ത് 2ഉം 8ഉം കൂട്ടുമ്പോഴാണ് 10 കിട്ടുക. അപ്പോൾ ഇവിടെയുള്ള നമ്പർ 8. അപ്പോൾ നെക്സ്റ്റ് ഈ 8ഉം 10ഉം കൂട്ടി കിട്ടിയാൽ ഇവിടെ 18 കിട്ടും. നെക്സ്റ്റ് 12ഉം 10ഉം 22, 10ഉം 18ഉം 28, 22 28ഉം 50 അല്ലേ. 50 എന്ന് കിട്ടും മുകളിൽ. ഇവിടെയും ടോപ്പ് മോസ്റ്റ് 50 ആണ് കിട്ടിയത് അല്ലേ. ഇവിടെയും നമുക്ക് ടോപ്പ് മോസ്റ്റ് 50 കിട്ടി. ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യന്
ഇതുപോലെയുള്ള ഒരു ഗോപുരത്തിൽ പത്തുകളൊന്നും മാറ്റാതെ, ഈ പത്തുകളൊന്നും മാറ്റാതെ താഴത്തെ വരിയിലെ രണ്ടാമത്തെ സംഖ്യ മാത്രം മാറ്റി, അല്ലേ, താഴത്തെ വരിയിലെ ഈ രണ്ടാമത്തെ സംഖ്യ മാത്രം മാറ്റി ഒന്നിനും രണ്ടിനും പകരം, അല്ലേ, എഴുതി തുടർന്നുള്ള സംഖ്യകൾ കണക്കാക്കുക. അതായത് നമ്മൾ ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ ആദ്യമല്ലേ പത്തുകളൊക്കെ അവിടെ തന്നെ, ഈ 3 10 ഇവിടെ തന്നെ ഉണ്ട്. ഫസ്റ്റ് 1 എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് മുകളിൽ 50 കിട്ടി, 2 എടുത്ത് നോക്കിയപ്പോഴും മുകളിൽ 50 തന്നെയാണ് കിട്ടിയത്, 50 കിട്ടി. ഇനി ഈ 1 2 അല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യ 3 4 5 ഏത് നമ്പർ വേണമെങ്കിലും ഇവിടെ എടുത്ത് നോക്കുക. ഈ മുകളിൽ ഈ 50 തന്നെയാണോ കിട്ടുന്നത് എന്നാണ് ചോദിച്ചത്, അല്ലേ. ഏറ്റവും മുകളിലെ സംഖ്യ 50 തന്നെ കിട്ടുന്നുണ്ടോ, അല്ലെ 50 തന്നെ 50 തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഇതിൻ്റെ കാരണം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കാണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അല്ലേ, ഇതേ കാരണം, അല്ലേ. അപ്പം മുകളിൽ 50 തന്നെ കിട്ടും, അത് നമ്മൾ ബീജഗണിതം ഉപയോഗിച്ചത്, അതായത് എക്സിൻ്റെയും വൈൻ്റെയും ഒക്കെ വേരിയബിൾസിൻ്റെ ടേംസിൽ, അല്ലേ, എക്സ് വൈ എ ബി സി ഡി അങ്ങനത്തെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്കാക്കുക. അതൊക്കെ നമ്പേഴ്സ് അല്ലേ, അത് മാറ്റി ലെറ്റേഴ്സ് ആക്കുക. എന്നിട്ട് എന്താണ്, അത് ബീജഗണിതം ഉപയോഗിച്ചിട്ട് നമ്മൾ തെളിയിക്കുകയും വേണം. നമ്മുടെ പത്തുകളൊന്നും മാറ്റാതെ ഈ ഗോപുരത്തിലില്ലേ, നമ്മുടെ ഈ ടവറിൽ പത്തുകളൊന്നും മാറ്റാതെ രണ്ടാമത്തെ സംഖ്യ മാറ്റാനാണ് പറഞ്ഞത്, അല്ലേ. 1 2 നമ്മൾ എടുത്ത് ചെയ്തപ്പോൾ നമുക്ക് ടോപ്പ് മോസ്റ്റ് 50 കിട്ടി. ഇനി വേറെ ഏത് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ 5 6 ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 6 എടുക്കാം, അല്ലേ. 6 എടുത്താൽ നെക്സ്റ്റ് ഇവിടെ എന്തായിരിക്കും 10 + 6 16 ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ എന്തായിരിക്കും, അല്ലേ, 6 + എന്താണ് 10 ആണ് ഇവിടെ കിട്ടിയതല്ലേ. 6 + ഏത് നമ്പർ കൂട്ടുമ്പോഴാണ് നമുക്ക് 10 കിട്ടുക, 6 + 4 അല്ലേ 10. ഇവിടെ 10 തന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ 4 ആയിരിക്കും, അല്ലേ. 6ഉം 4ഉം 10, അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഞാനിവിടെ 6 ആണ് എടുത്തത്, അപ്പോൾ ഇവിടെ എന്തായിരിക്കും 4 ആയിരിക്കും, അല്ലേ. ഈ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ ഇവിടെ ഉള്ളത് കിട്ടണം. ദെൻ 4ഉം 10ഉം 14 കിട്ടും. നെക്സ്റ്റ് 16ഉം 10 എത്ര 26, 10ഉം 14ഉം 24 കിട്ടും. 26ഉം 24ഉം 50, അല്ലേ. 50 എന്ന് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ 4 കള്ളികളുള്ള ഗോപുരം, അല്ലേ, നമ്മുടെ ടവറിന് 10ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഇവിടെ ഏത് നമ്പർ എടുത്താലും എന്താണ് മുകളിൽ 50 ആണ് കിട്ടുന്നത്, അല്ലേ. ഏത് നമ്പർ എടുത്താലും നമുക്ക് 50 കിട്ടുന്നുണ്ട്. 3 നമ്മൾ ചെയ്ത് നോക്കില്ല, അപ്പോൾ ഒക്കെ 50 കിട്ടുന്നുണ്ട്. അല്ലേ, നമുക്ക് എന്ത് എഴുതാം, ഹിയർ ആൾസോ ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് 50, അല്ലേ. ഇവിടെ എന്താണ് ടോപ്പിലുള്ള നമ്പർ 50 ആണെന്ന് എഴുതാം. ഇതിൻ്റെ കാരണം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കാണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അല്ലേ, ഇതേ കാരണം, അല്ലേ. അപ്പം മുകളിൽ 50 തന്നെ കിട്ടും, അത് നമ്മൾ ബീജഗണിതം ഉപയോഗിച്ച്, അതായത് എക്സിൻ്റെയും വൈൻ്റെയും ഒക്കെ വേരിയബിൾസിൻ്റെ ടേംസിൽ, അല്ലേ, എക്സ് വൈ എ ബി സി ഡി അങ്ങനത്തെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്കാക്കുക. അതൊക്കെ നമ്പേഴ്സ് അല്ലേ, അത് മാറ്റി ലെറ്റേഴ്സ് ആക്കുക. എന്നിട്ട് എന്താണ്, അത് ബീജഗണിതം ഉപയോഗിച്ചിട്ട് നമ്മൾ തെളിയിക്കുകയും വേണം. നമ്മുടെ പത്തുകളൊന്നും ചേഞ്ച് ചെയ്യേണ്ട, നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1 2 നമ്മളെടുത്തു, 6 എടുത്ത് നോക്കി. അപ്പോൾ ഇവിടെയുള്ള ഈ സംഖ്യനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം, അല്ലേ. ആൾജിബ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ബീജഗണിത രൂപത്തിൽ നമ്മളെ നമ്പേഴ്സിനെ എക്സിൻ്റെ വൈൻ്റെ ഒക്കെ ടേംസിൽ എഴുതലാണ് ചെയ്യാറ്, അല്ലേ. അപ്പോൾ നമ്പേഴ്സിന് പകരം എക്സ് എടുക്കുക. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ 10ഉം എക്സും കൂട്ടി കിട്ടിയാൽ എന്ത് കിട്ടും, 10 + x, അല്ലേ. 10 + x എന്ന് ഇവിടെ കിട്ടും, അല്ലേ. അപ്പോൾ ഇവിടെയുള്ള നമ്പർ എന്തായിരിക്കും, ഇവിടെ ഉള്ളത് തന്നില്ല, അപ്പോൾ ഇതും കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടണം, അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ളത് എക്സും പ്ലസ് ഒരു നമ്പറും ഒരു ഡാഷ് നമ്പർ കൂടി കൂട്ടിയാൽ 10 കിട്ടണം. എക്സ് പ്ലസ് ഒരു നമ്പർ ഒരു ഡാഷ് നമ്പർ, അല്ലേ, = 10. എക്സും ഇവിടെയുള്ള ഈ ഒരു നമ്പർ ഒരു ഡാഷ് നമ്പർ, ഈ നമ്പർ നമുക്ക് കിട്ടണം. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഈ 10 കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഡാഷ് കാണാൻ, ഈ ഡാഷ് ഇവിടെ തന്നെ വെക്കുക, ഈ എക്സിനെ ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, അല്ലേ. ഈ ഡാഷാണ് നമുക്ക് കിട്ടേണ്ടത് ഇവിടെയുള്ള നമ്പർ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഈക്വലിൻ്റെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും, അല്ലേ. പ്ലസ് എക്സ് ഇങ്ങോട്ടില്ല, ഈക്വൽ പാർട്ടിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ -x ആവില്ലേ, മൈനസ് ആണ് പോകുന്നതെങ്കിൽ +x ആവില്ല, ഇവിടെ +x ആണ്. അപ്പോൾ എന്താണ് = 10, 10 ഇവിടെയുള്ള 10 തന്നെ, അല്ലേ. ഈ എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ +x ഇങ്ങോട്ട് പോകുമ്പോൾ -x ആവും, അല്ലേ. 10 - x എന്ന് നമുക്ക് ഈ ഡാഷ് പാർട്ട് കിട്ടി, അല്ലേ. ഈ ഭാഗം 10 - x എന്ന് കിട്ടി. അതായത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, എക്സ് പ്ലസ് 10 - x, അല്ലേ. ഇവിടെയുള്ള എക്സും 10 - x കൂട്ടുമ്പോൾ ആണ് 10 കിട്ടുക. അതായത് നമ്മുടെ എക്സും +x -x ക്യാൻസൽ ആവില്ല, ഇത് രണ്ടും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ x + 10ഉം എക്സ് ഈ എക്സും പ്ലസ് 10 - x ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സും ക്യാൻസൽ ആവും, അല്ലേ. +x -x എന്താണ് 0 ക്യാൻസൽ ആവില്ലേ, +x ആണ് -x ആണ്, ഓപ്പോസിറ്റ് സൈൻസ് ഒരുമിച്ച് വരുമ്പോൾ എന്താ നമുക്ക് ക്യാൻസൽ ചെയ്യാം, അല്ലേ. ഇവിടെ +x -x ക്യാൻസൽ ആയാൽ 10, അല്ലേ. അപ്പോൾ 10 കിട്ടിയില്ലേ. അപ്പോൾ എന്താണ് 10 - x +x, അല്ലേ. അപ്പോൾ x ക്യാൻസൽ ആയിട്ട് ഇവിടെ 10 കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഡാഷ് പാർട്ട് കാണാൻ വേണ്ടിയിട്ട് x + ഡാഷ് = 10 എന്ന് എഴുതുക. എന്നിട്ട് ഡാഷ് അവിടെ വെക്കുക. എന്നിട്ട് എന്താണ് ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ 10 - x എന്ന് ഡാഷ് പാർട്ട് കിട്ടി. നെക്സ്റ്റ്, അല്ലേ, 10 - x ഉം 10ഉം ആഡ് ചെയ്യണം, എന്നാലേ ഇവിടെയുള്ള നമ്പർ കിട്ടുകയുള്ളൂ. അപ്പോൾ 10 - x + 10, അല്ലേ. നമ്മുടെ എക്സിൻ്റെ വേരിയബിൾസ് എക്സിൻ്റെ താഴത്ത് എഴുതുക, നമ്പേഴ്സിൻ്റെ താഴെ നമ്പേഴ്സ് തന്നെ എഴുതണം. ഓക്കെ, 10 - x + 10. അപ്പോൾ 10ഉം 10ഉം കൂട്ടിയാൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാണ് വേണ്ടത്. 10ഉം 10ഉം 20, -x + 0 ഒന്നുമില്ല -x. അപ്പോൾ 20 - x എന്ന് നമുക്ക് ഇവിടെ കിട്ടി. 20 - x, അല്ലേ. ഇവിടെ 10ഉം എക്സും 10 + x, അല്ലേ. ഇവിടെ 10 + x ഉം 10ഉം ആണ്, അല്ലേ. ഇവിടെ 10 - x ഉം 10ഉം ആയിരുന്നു. ഒരു സൈൻ്റെ വ്യത്യാസമുള്ളൂ, 10ഉം 10ഉം 20 + x ആണല്ലേ, 20 + x എന്ന് ഇവിടെ കിട്ടി. നെക്സ്റ്റ് ഇവിടെയുള്ള 10ഉം 20 - x ഉം ആഡ് ചെയ്യുമ്പോൾ 10 + 20 - x, 10ഉം 20 ആഡ് ചെയ്താൽ എത്രയാണ് 30 - x, അല്ലേ. 0 + -x ആണല്ലേ, 0നോട് ഇവിടെ ഒന്നുമില്ല, അല്ലേ. -x മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. 30 - x എന്ന് കിട്ടി. നെക്സ്റ്റ് ഇവിടെയുള്ള രണ്ട് നമ്പേഴ്സില്ലേ, 20 + x + 30 - x,
അതായത് പ്ലസ് എക്സും മൈനസ് എക്സും എന്താണ് ക്യാൻസലായില്ലേ, പ്ലസ് എക്സ് മൈനസ് എക്സും ക്യാൻസലായി അല്ലെ, പ്ലസ് ഓപ്പോസിറ്റ് സൈൻസ് ഒരുമിച്ച് വരുമ്പോൾ അത് രണ്ട് ക്യാൻസലാവും. പ്ലസ് 20 + 30 എത്രയാണ് 50. അപ്പോൾ നമുക്ക് മുകളിൽ 50 എന്ന് കിട്ടിയില്ലേ. ഏത് എക്സ് എടുത്താലും ഏത് നമ്പർ എടുത്താലും അല്ലേ, എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഏത് നമ്പറും ആവളെ. അപ്പോൾ ഏത് നമ്പർ എടുത്താലും നമുക്ക് എന്താണ് ടോപ്പ് മോസ്റ്റ് ഇല്ലേ, മുകളിലുള്ള നമ്പർ എന്താണ് 50 50 നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹെൻസ് ഇൻ എ 4 സ്ട്രേ പിരമിഡിൽ, 4 സ്ട്രേ ഉള്ള 4 വരികളുള്ള പിരമിഡിൽ വിത്ത് ടെൻസ് ഇൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ഓഫ് ഫസ്റ്റ് റോ, ടെൻസ് ഇൻ ഫസ്റ്റും ലാസ്റ്റും അല്ലേ, ഫസ്റ്റ് റോ ആൻഡ് മിഡിൽ നമ്പർ ഓഫ് സെക്കൻഡ് റോ അല്ലേ, സെക്കൻഡ് റോൻ്റെ മിഡിൽ നമ്പറിൽ, ആൻഡ് വാട്ട് എവർ ബി ദി നമ്പർ അറ്റ് സെക്കൻഡ് സെൽ ഓഫ് ഫസ്റ്റ് റോ, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് സെല്ലിൽ ഏത് നമ്പർ ആയിക്കോട്ടെ, വാട്ട് എവർ ബി ദി നമ്പർ, ടോപ്പ് മോസ്റ്റ് നമ്പർ വിൽ ബി ആൾവേസ് 50. ടോപ്പ് മോസ്റ്റ് നമ്പർ എന്തായിരിക്കും, വിൽ ബി ആൾവേസ് 50, എപ്പോഴും എന്താണ് 50 ആയിരിക്കും. ഒരു 4 നിരയുള്ള അല്ലെ, 4 നിര 4 സ്ട്രേ പിരമിഡ്, 4 നിരയുള്ള ഒരു ഗോപുരത്തിൽ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും 10 അല്ലേ, അതേപോലെ സെക്കൻഡ് റോയിൽ രണ്ടാമത്തെ നിരയിൽ നടുവിലുള്ള നമ്പറും 10 അല്ലെ, ഇങ്ങനെ 3 നമ്പറും 10 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എപ്പോഴും മുകളിലുള്ള ടോപ്പ് മോസ്റ്റ് നമ്പർ, മുകളിലുള്ള നമ്പർ എപ്പോഴും 50 ആയിരിക്കും, 50 ആയിരിക്കും എന്ന് നമ്മൾ തെളിയിച്ചു അല്ലേ, ഓൾവേസ് ബി 50, എപ്പോഴും 50 ആയിരിക്കും. നെക്സ്റ്റ് ഇതിൽ 4th ക്വസ്റ്റ്യൻ, ചുവടെയുള്ള ഗോപുരത്തിലെ ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ കണക്കാക്കി എഴുതുക. ഈ ഒഴിഞ്ഞ കളങ്ങൾ നമ്മൾ കണക്കാക്കി എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്, സെക്കൻഡ് നമ്പർ വൈ തന്നിട്ടുണ്ട്, എക്സും വൈ. അപ്പോൾ തേർഡ് നമ്പർ എന്തായിരിക്കും അല്ലേ, ഈ 2 നമ്പർ കൂട്ടി കിട്ടിയതായിരിക്കും ഇവിടെ ഉള്ളത്. ഇത് രണ്ടും കൂട്ടിയാൽ എന്താണ്, എക്സും വൈ കൂട്ടിയാൽ എന്താണ്, എക്സ് പ്ലസ് വൈ അല്ലേ, എക്സ് പ്ലസ് വൈ ഇത് രണ്ടും കൂട്ടിയത്. അപ്പോൾ ഇതും കൂട്ടിയതായിരിക്കും ഇവിടെയുള്ള നമ്പർ. അപ്പോൾ ഇവിടെയുള്ള നമ്പറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പർ എന്തായിരിക്കും, അതായത് വൈ പ്ലസ് ഡാഷ് നമ്പർ ആയിരിക്കും എക്സ് അല്ലേ, ഇവിടെയുള്ള എക്സ് എന്നുള്ളത് എന്താണ്, വൈ പ്ലസ് ഇവിടെയുള്ള നമ്പറാണ് ഈ എക്സ് അല്ലേ, വൈ പ്ലസ് ഒരു ഡാഷ് നമ്പർ അല്ലേ, ഏതോ ഒരു നമ്പർ കൂട്ടിയാലാണ് ഈ എക്സ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഡാഷ് നമ്പർ ഇവിടെയുള്ള ഈ നമ്പറാണ് കിട്ടേണ്ടത്, ഡാഷ് കിട്ടണം. അപ്പോൾ ഡാഷ് അല്ലാത്ത ഈ നമ്പറിനൊക്കെ ഈക്വൽ പാർട്ടിൻ്റെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് വൈ എന്താവും, മൈനസ് വൈ ആവും അല്ലേ, പ്ലസ് ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, ഇൻറ്റു ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ആവും അല്ലേ, ഡിവൈഡഡ് ബൈ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻറ്റു ആവും അല്ലേ, ഇവിടെ പ്ലസ് വൈ ആണുള്ളത്, അതുകൊണ്ട് തന്നെ എക്സ് ഇവിടെയുള്ള എക്സ് ഇവിടെ തന്നെ അല്ലേ, ഈ വൈനും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് വൈ ആയി അല്ലേ. നമുക്ക് വേണ്ട സാധനം മാത്രം ഇവിടെ വെക്കുക, വേണ്ടാത്തതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് നമുക്ക് ഇവിടെ കിട്ടി. നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ, വേണമെങ്കിൽ വൈയും എക്സ് മൈനസ് വൈയും കൂട്ടി കിട്ടുമ്പോൾ എക്സ് കിട്ടുന്നുണ്ടോ അല്ലേ, വൈ പ്ലസ് എക്സ് മൈനസ് വൈ ആണ് നമുക്ക് ഇവിടെ കിട്ടിയതിൽ, എക്സ് മൈനസ് വൈ. അത് രണ്ട് കൂട്ടിയാൽ ഏത് കിട്ടും അല്ലേ, വൈയും മൈനസ് വൈ അല്ലേ, പ്ലസ് വൈയും മൈനസ് വൈയും എന്താണ് ക്യാൻസൽ ആവും അല്ലേ, രണ്ടും ഒരു ഈക്വൽ പാർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ്, ഒരു സൈഡിലാണ് ഉള്ളത് അല്ലേ, വേറെ മറ്റേ സൈഡിലല്ല ഉള്ളത്. അപ്പോൾ വൈയും പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ, നമുക്ക് എന്താണ് എക്സ് കിട്ടിയില്ലേ അല്ലേ, എക്സ് കിട്ടിയില്ലേ. നെക്സ്റ്റ് ഇവിടെ ഉള്ളത്, അതായത് എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് ആഡ് ചെയ്യുന്നത്, എക്സ് മൈനസ് വൈ പ്ലസ് എക്സ്, എക്സിൻ്റെ താഴെയാണ് എക്സ് ചെയ്തേണ്ടത്, വൈൻ്റെ വേരിയബിൾസ് ആണ് വൈൻ്റെ താഴെ എഴുതേണ്ടത്. ഓക്കെ, എക്സ് മൈനസ് വൈ പ്ലസ് എക്സ്, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എക്സ് എന്താണ്, എക്സ് പ്ലസ് എക്സ് 2x 2x മൈനസ് വൈ അല്ലേ, വൈൻ്റെ സ്ഥാനത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ 2x മൈനസ് വൈ എന്ന് നമുക്ക് ഇവിടെ കിട്ടി. നെക്സ്റ്റ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് അല്ലേ, ഒരു എക്സ് കൂടി ആഡ് ചെയ്യുക, അതായത് എക്സ് പ്ലസ് എക്സ് എന്താണ് 2x, അതായത് 2x പ്ലസ് വൈ എന്ന് കിട്ടി. നെക്സ്റ്റ് ഈ എക്സ് പ്ലസ് 2x മൈനസ് വൈ അല്ലേ, ഈ എക്സും 2x മൈനസ് വൈയും ആഡ് ചെയ്താൽ എക്സിൻ്റെ താഴെ തന്നെ എക്സിൻ്റെ വേരിയബിൾസ് എക്സും 2x എത്രയാണ് 3x അല്ലേ, 3x മൈനസ് വൈ എന്ന് കിട്ടി അല്ലേ, 3x എക്സ് പ്ലസ് 2x എക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അതായത് 3x പിന്നെ മൈനസ് വൈ ആണുള്ളത്. ഇത് രണ്ടും ആഡ് ചെയ്താൽ 2x പ്ലസ് വൈ പ്ലസ് 3x മൈനസ് വൈ, എക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, 2x പ്ലസ് 3x എത്രയാണ് 5x മൈനസ് വൈ പ്ലസ് വൈ അല്ലേ, പ്ലസ് വൈ മൈനസ് വൈ അല്ലേ, പ്ലസ് വൈയും മൈനസ് വൈയും കൂട്ടിയ രണ്ടെന്താണ് ക്യാൻസൽ ആയില്ലേ, പ്ലസ് വൈയും മൈനസ് വൈ ആണ്, ഓപ്പോസിറ്റ് സൈൻസ് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം, 0 ആണല്ലേ, പ്ലസ് വൈയും മൈനസ് വൈയും 0 ആണ്. അപ്പോൾ 5x എന്ന് നമുക്ക് കിട്ടി മുകളിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ.